ഇറാനെ പിന്തുണച്ചുകൊണ്ട് ബഹ്റൈനിൽ വലിയ രീതിയിലുള്ള ഒരു റാലി നടന്നുവെന്നും പോലീസിന് നേരെ കനത്ത അക്രമം പ്രതിഷേധക്കാർ അഴിച്ചുവിട്ടു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇറാഖിലെ ബാഗ്ദാദിലുള്ള അദ്ദേഹത്തിന്റെ ആനയായി നൂറുകണക്കിന് പ്രതിഷേധക്കാര് ഗ്രീൻ സോണിലെ US എംബസിയിലേക്ക് മാർച്ച് നടത്തുകയും അതിനുശേഷം അവിടെ ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഒരു വിവരം വരുന്നത്. ഇതിലൂടെ മറ്റൊരു കാര്യം സംഭവിച്ചത് UAE അംബാസിഡറെ, അതായത് ടെഹ്റാനിലുള്ള അംബാസിഡറെ അവിടുന്ന് പിൻവലിക്കുകയും എംബസിയുടെ പ്രവർത്തനം താൽക്കാലികമായി പൂർണ്ണമായും അവസാനിപ്പിച്ചതായും ഇതിനോടകം തന്നെ റിപ്പോർട്ട് വരുന്നുണ്ട്. മേഖലയിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് എന്ന് UAE ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ അതിന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ അടുത്ത ഘട്ടത്തിന്റെ വിക്ഷേപണം ആരംഭിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഗസ മുനമ്പ്, നെവേബെ, ബീർഷെബെ, ജെറുസലേം, ചാവുകടൽ, ടൈബ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളാണ് തങ്ങളുടെ മിസൈലിന്റെ ലക്ഷ്യമെന്നും ഇറാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ പ്രോമിസ് 4 എന്ന 9ാം യുദ്ധതരംഗം ആരംഭിച്ചതായി IRGC ഇതിനോടകം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും അല്പമെങ്കിലും ശമനമുള്ളത് ഒമാനിൽ മാത്രമാണ്. ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും കടുത്ത പ്രതിസന്ധിയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വിവരം വരുന്നത് എന്താ വെച്ചാൽ, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് ടെൽ അവീവ്, അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലുള്ള ഒരു കെട്ടിടം ഭാഗികമായി നശിച്ചിട്ടുണ്ട് എന്നാണ്, അതായത് ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് എന്ന്. മറ്റൊരു വിവരം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ടെക്സസിൽ ഇറാൻ പതാക ധരിച്ച ഒരാൾ വന്നിട്ട് ഒരു ആൾക്കൂട്ടത്തിലേക്ക്, ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് വെടിയുതിർക്കുകയും 2 പേർ മരണപ്പെടുകയും 14 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടൊന്നുമില്ല. ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഉക്രൈനിൽ പൊട്ടിപ്പാളീസായവർ ഏത് രീതിയിലാണ് ഗൾഫിനെ സഹായിക്കാൻ പോകുന്നത് വ്യക്തപരമായിട്ട് നമുക്കൊന്നും അറിയില്ല. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇറാനിലെ 2 മേഖലകൾ, അതായത് ടബ്രീസ്, ഹോറമാബാദ്, ഈ 2 മേഖലയിൽ 2 ഡ്രോണുകളെ വെടിവെച്ചതായി IRGC ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ദിവസം 20 ഹെർമിസ് ഡ്രോണുകളും 2 MQ-9 റീപ്പറുകളും തകർത്തുവെന്ന IRGCയുടെ വാദവും വരുന്നുണ്ട്. മാത്രമല്ല ഇറാനിലെ ദമാവന്തിന് സമീപം ഒരു അജ്ഞാത വിമാനം തകർന്നു വീഴുന്നതായും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് വിമാനമല്ല, നേരെ മറിച്ച് ഒരു ഡ്രോണാണെന്ന ആരോപണങ്ങളും ഉണ്ട്. മറ്റൊരു വിവരം വരുന്നത്, പേർഷ്യൻ ഗൾഫിൽ ഹെർക്കുലിസ് സ്റ്റാർ എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുകയും അക്രമത്തെ തുടർന്ന് കപ്പലിൽ തീ പടർന്നതായും റിപ്പോർട്ട് വരുന്നുണ്ട്. മാത്രമല്ല ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ആസ്ഥാനത്ത് തുടർച്ചയായി അക്രമം ഉണ്ടാകുകയും ഇതിനോടകം തന്നെ കപ്പൽപ്പടയുടെ ആസ്ഥാനം നശിച്ചിട്ടുണ്ട് എന്നാണ് IRGCയുടെ വാദം.
ബഹ്റൈന് പുറമെ കുവൈത്തിലും കനത്ത ആക്രമണം ഇറാൻ അയച്ചുവിട്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ കുവൈത്ത് അമേരിക്കൻ സൈനിക താവളത്തിലുള്ള 3 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നവരുണ്ട്. ഇസ്രായേലിലെ സൈനിക സംഘമായ IDF മുന്നറിയിപ്പ് നൽകിയത് പ്രകാരം ഇറാന്റെ മിസൈൽ ആക്രമണം ഇനിയും രൂക്ഷമാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നിലവിലെ അവസ്ഥ കണ്ടിട്ട് യുദ്ധം ദിവസങ്ങൾക്കുള്ളിലൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ബാഗ്ദാദിലുള്ള അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറാഖ് ഷിയ മലീഷ വിഭാഗം ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു വിവരം വന്ന് സൈപ്രസിൽ നിന്നാണ്. സൈപ്രസിലെ UK സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരോട് വീട്ടിൽ തന്നെ തുടരണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതുമെന്നും ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ യുദ്ധം ഏറ്റവും ചുരുങ്ങിയത് 4 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ്. എന്തായാലും എന്താണ് യുദ്ധത്തിന്റെ ഭാവി എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു വിവരം വരുന്നത് ഇറാനെ പിന്തുണച്ചുകൊണ്ട് ബഹ്റൈനിൽ വലിയ രീതിയിലുള്ള ഒരു റാലി നടന്നുവെന്നും പോലീസിന് നേരെ കനത്ത അക്രമം പ്രതിഷേധക്കാർ അഴിച്ചുവിട്ടു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും എന്താണ് മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ, ഭാവി എന്നൊന്നും നമുക്ക് ഇപ്പോൾ നിർവചിക്കാൻ പോലും ഊഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, പ്രവാസി സുഹൃത്തുക്കളൊക്കെ കനത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അത്ര സിമ്പിളായി കാണുന്നും വേണ്ട. എല്ലാവരും വളരെയധികം സൂക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.